നമസ്കാരം. ഈ ആഴ്ചയിൽ ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗ്രഹസ്ഥിതികളിൽ ചന്ദ്രൻ്റെ അവസ്ഥാവിശേഷം കണക്കാക്കിയാണ് ഫലനിർദ്ദേശം പറയുന്നത്. പൊതുവെ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം കുടുംബത്തിൽ വന്നു ചേരുമെങ്കിലും ഔദ്യോഗിക തലത്തിലും തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ടും സമ്മർദ്ദവും യാത്രാക്ലേശവും വർദ്ധിക്കുവാനിടയുണ്ട്. പലപ്പോഴും പല കാര്യങ്ങൾ ഏറ്റെടുക്കുവാനിട വരുമെങ്കിലും ആയത് ചിലതൊക്കെ തന്നെ അടുത്ത ആഴ്ചയിലേക്കോ വരുന്ന മാസത്തിലേക്കോ മാറ്റിവെക്കേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും. ഔദ്യോഗിക തലത്തിൽ മേലധികാരികളുടെ ചുമതല ഏറ്റെടുക്കേണ്ടതായ സാഹചര്യമുണ്ടാകും. ഒരു പക്ഷേ ഉദ്യോഗത്തിനോടനുബന്ധമായി ഉപരിപഠനത്തിന് ചേരുന്നതിനെപ്പറ്റി പുനരാലോചിക്കുവാനും മാതാപിതാക്കളിൽ നിന്നും അനുമതി ലഭിക്കുന്ന പക്ഷം ഉദ്യോഗത്തിൽ നിന്നും രാജിവെക്കുവാനും തീരുമാനിക്കും. ജീവിത നിലവാരം വർദ്ധിക്കുന്ന സ്ഥിതിക്ക് നിലവിലുള്ളതിനേക്കാൾ സൗകര്യവും വിസ്തൃതിയുമുള്ള ഒരു ഗൃഹം നിർമ്മിക്കുന്നതിനെപ്പറ്റി ആലോചിക്കുവാനും ആയതിനു വേണ്ടി ഭൂമി അന്വേഷിക്കുവാനും വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്യുവാനും ഈ ആഴ്ചയിൽ സാധ്യതയുണ്ട്. പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കുവാനുള്ള ആത്മവിശ്വാസം ഉണ്ടാകുന്നത് വഴി മനസ്സിന് വളരെയധികം ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരും. നകർന്നു കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനിടയുണ്ട്. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നു. മക്കളോടൊപ്പം അന്യദേശത്ത് ഓണാഘോഷത്തിനായി യാത്ര പുറപ്പെടുവാനും യോഗം കാണുന്നു. ബന്ധപ്പെട്ടവരുടെ ആവശ്യങ്ങൾക്കായിട്ട് പലപ്പോഴും യാത്ര വേണ്ടി വരുമെങ്കിലും ഒരു പക്ഷേ ഇതിനായിട്ട് അവധിയെടുക്കുവാനും സാധ്യത കാണുന്നുണ്ട്. ആഗ്രഹ സാഫല്യത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നു. ഉദരപ്രമേഹ രോഗപീഠകൾ വർദ്ധിക്കുവാനിടയുണ്ട്. നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങൾക്ക് അനുകൂലമായ അവസരം വന്നു ചേരുന്നത് വഴി മനസ്സമാധാനം വന്നു ചേരും. പൊതുവെ കുടുംബജീവിതത്തിൽ ആഹ്ലാദാന്തരീക്ഷം, സമാധാനം, സ്വസ്ഥത, ദാമ്പത്യ സൗഖ്യം എന്നിവയ്ക്ക് യോഗം കാണുന്നുണ്ട്. സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി സ്വന്തമായ പ്രവർത്തന മേഖലകളെപ്പറ്റി പുനരാലോചിക്കുവാനും ഈ ഒരാഴ്ചയിൽ അവസരം ഉണ്ടാകും. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ലക്ഷ്യപ്രാപ്തി നേടുവാനും ഈ ആഴ്ചയിൽ അവസരമുണ്ടാകും. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങളാണ് പറഞ്ഞത്.